ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നെക്ലേസ് കളക്ഷനാണ്. അതായത് ഈ ഔട്ട്ഫിറ്റിക്ക് മാച്ച് ആയിട്ടുള്ള കുറച്ച് നെക്ലേസിൻ്റെ ഒരു കളക്ഷനാണ്. അത് ഇതെന്ന് പറഞ്ഞാലൊരു ഷരാറയാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ്. അപ്പം അതിന് മാച്ച് ആയിട്ടുള്ള കുറച്ച് നെക്ലേസിൻ്റെ ഒരു ചെറിയൊരു കളക്ഷൻ അപ്പോൾ നമുക്ക് കാണാം. നെക്ലേസ് എന്ന് പറയുന്നത് ഫുൾ ചോക്കറും ഉണ്ട്, ചോക്കർ സെറ്റുകളും ഉണ്ട്, പിന്നെ ചെറിയ ഹാങ്ങിങ്സ് ആയിട്ടുള്ള ടൈപ്പും ഉണ്ട്. അപ്പോൾ അത് രണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇതിന് വേണ്ടി ഞാൻ ഈ ഡ്രസ്സ് എടുത്തപ്പോൾ ഞാൻ മാച്ച് ചെയ്തിട്ട് എടുത്തതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജാണ് ഞാൻ ഈ ഡ്രസ്സ് എടുത്തത്. അപ്പം അന്ന് ഞാൻ ഈ ഡ്രസ്സിന് മാച്ച് ആയിട്ട് ഒരു ചോക്കർ എടുത്തു. ഇതാണ് ചോക്കർ. ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, ഇത് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം. രസമാണ് ഇത് കാണാൻ, പക്ഷേ ഇത് ഭയങ്കര ഓവറാണ്. പിന്നീട് നമുക്ക് ഞാൻ ഇട്ടിട്ടില്ല, പിന്നെ ഞാൻ ഒരിക്കലും ഇട്ടിട്ടില്ല. ഇതുപോലെ ഒരു ഗ്രേ കളർ പേഴ്സൊക്കെ ആയിട്ട് അന്ന് ഞാൻ കാണിച്ചിരുന്നു. ഇതിൻ്റെ ഒരു കമ്മൽ ഞാൻ എൻ്റെ ഇയറിംഗ് കളക്ഷനിൽ കാണിച്ചത് ഇതിൻ്റെ കമ്മലാട്ടാ. ഇതാണ് ഒരു ചോക്കർ സെറ്റ്. ഇത് നല്ല രസമാണ് കാണാൻ. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കമ്മൽ ഇതിൻ്റെ കൂടെ ഇടണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൻ്റെ കൂടെ തന്നെ സെറ്റായിട്ട് കമ്മൽ കിട്ടിയത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കമ്മൽ ഇടണ്ട. അപ്പം രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓവറാവും. ഒന്നുകിൽ ഇതിടുക അല്ലെങ്കിൽ കമ്മലിടുക. ഞാൻ ഇത് മാത്രം ഇട്ടിട്ടാണ് മാരേജിന് പോയത്. ഇറ്റ്സ് ആക്ച്വലി നൈസ്. ഇതൊക്കെ ഇഷ്ടമായി. പക്ഷേ എപ്പോഴും ഇടാത്ത കാരണം വെറുതെ എടുത്തും തോന്നി. ഇങ്ങനത്തെ ഒക്കെ നമ്മൾ റെൻറ്റിന് എടുക്കാനുണ്ട്. ഇത് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്, അതായത് ഇപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാസി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടതാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാണ് കുറച്ചിങ്ങനെ മിററൊക്കെ ആയിട്ടുള്ള ടൈപ്പ് മാലയാണ്. നൈസാണിത്. ഓക്കെ, മിറർ ടൈപ്പാണ്. നമുക്കിത് ജസ്റ്റ് ഞാൻ കാണിച്ചത്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് ഈ മാലയുടെ പ്രത്യേകത, ഇത് മിക്ക ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ പോവും. ഓക്കെ, സാരിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും പോവും. ഈവൻ പട്ടുപാവാടയുടെ കൂടെ വരെ പോവും. അങ്ങനത്തെ ഒരു മാലയാണിത്. നല്ല രസമാണ് ഇത് കാണാനും. ഭയങ്കര തിളക്കൊക്കെ ആയിട്ട് ഇതിൻ്റെ കൂടെ ഒരു ജുംക്കം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഒരു സിൽവർ കളർ ജുംക്ക കൂടി ഇട്ട് കഴിഞ്ഞാൽ വെരി ബ്യൂട്ടിഫുൾ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഒന്നിത്. നെക്സ്റ്റ് കുറച്ച് മോഡേൺ ആണ്. കണ്ടോ, ഇതാണത്. ഇതെൻ്റെ സിസ്റ്റർ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. ഇതിങ്ങനെ കെട്ടുന്ന ടൈപ്പാട്ടാ. നമുക്ക് ഇങ്ങനെ കെട്ടാം. കെട്ടുന്ന ടൈപ്പാണ്. കെട്ടുന്നില്ല, ജസ്റ്റ് വെച്ച് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് സിൽവർ പേഴ്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മാലയാണിത്. ഇത് ആക്ച്വലി നൈസാണ്. പക്ഷേ ഇത് ഈ ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്തിട്ട് ഇടാം. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പെയർ ചെയ്തിട്ട് ഇടാം. അടുത്ത് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ഒരു വേറെ ടൈപ്പാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻറ്റിക് ടൈപ്പ് ഒരു നെക്ലേസ് ആണ്. മോഡേൺ അല്ലാത്ത എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോവും. സാരി എല്ലാത്തിൻ്റെയും. ഇത് ചോക്കറല്ല, കുറച്ചൊരു ഹാങ്ങിങ് ടൈപ്പായി ഇടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കിട്ടുക. നൈസ്. ഇതും എനിക്കിഷ്ടമുള്ള ടൈപ്പാണ് ഈ മാല. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോർമലി എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഈ ഒരു പാറ്റേൺ. ഞാൻ വേറൊരു ചോക്കർ ഇതുപോലെ തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആക്ച്വലി അതിൻ്റെ നൂലൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. ഇതാണ് ആ ചോക്കർ. ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്. ഇഷ്ടം പോലെ തന്നെ ഇത് ഞാൻ കുറേ യൂസും ചെയ്തിട്ട് നൂലൊക്കെ പൊട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അതേ പാറ്റേണുള്ളത് കിട്ടും. ഇതും ഭയങ്കര അടിപൊളിയാണ്. സൽവാറിൻ്റെ കൂടെയും പിന്നെ സാരിയുടെ കൂടെയൊക്കെ പോകുന്നൊരു ടൈപ്പാണ്. പക്ഷേ ഇങ്ങനത്തെ ഇടുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ കൂടെ ഒരു ഹെവി കമ്മൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഓൾറെഡി ഇതൊരു ഹെവി ആണിത്. ഇതിൻ്റെ കൂടെ ഒരു ഹെവി കമ്മലിൻ്റെ ആവശ്യമില്ല. ഒരു സ്റ്റഡ് ഇട്ടാൽ മതി. ഇതിൻ്റെ കൂടെ ഒരു ലൈറ്റ് സ്റ്റഡ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വലിയൊരു കമ്മലിൻ്റെ ആവശ്യമില്ല. അപ്പം
അതാണ് ഇങ്ങനത്തെ ചോക്കേഴ്സിൻ്റെ പ്രത്യേകത. അടുത്തത് ഒരു വെറൈറ്റി മാലയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നാണ് എടുത്തത്. ഞാൻ കൂടുതലും ഫ്ലിപ്കാർട്ട് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറ്. വല്ലപ്പോഴും മീഷോ അങ്ങനത്തെ നിന്നൊക്കെ മിൻട്ര എന്നൊക്കെ വല്ലപ്പോഴും എനിക്ക് കൂടുതൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് ഈ മാല. ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇത് ഒരു ഹിപ്പി ടച്ചാണ് ഈ മാലക്ക്. ഹിപ്പി ടച്ചുള്ള ഒരു മാല എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര അടിപൊളി മാല. ഇതിൻ്റെ പേഴ്സൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ക്വാളിറ്റി പേഴ്സാണിത്. ക്വാളിറ്റി ആയിട്ടുള്ള പേഴ്സാണ്. അത് മാത്രമല്ല ഇത് പെട്ടെന്ന് കളറ് പോയില്ല. ഇത് ഞാൻ എടുത്തിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ആവാറായി. ആ എടുത്ത അതേ കളറാണ്. സിൽവർ പാറ്റേൺ ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ട് മാറും. പക്ഷേ ഇത് ഒരിക്കലും ആ ഒരു ക്വാളിറ്റി. പക്ഷെ ഇതിൻ്റെ റേറ്റ് ആയിട്ട് നിങ്ങൾ ഞെട്ടും. ഇതിനാകെ 1000 അല്ല 100 സംതിങ് ഉള്ളൂ. എത്ര 150 ആണ് എന്തോ ഉള്ളൂ. പക്ഷേ ഭയങ്കര അടിപൊളി. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ റേറ്റ് കൂടും. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടുതൽ ഈ ഒരു ഹിപ്പി ടച്ചുള്ള മാല കൂടുതൽ പോണത് ഏതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഈ സാറ്റിൻ മെറ്റീരിയലിലെ സാരി അല്ലെങ്കിൽ ഓർഗൻസോ അങ്ങനത്തെ ഇതിൻ്റെ കൂടുതൽ ഒരു പാറ്റേൺ ആയിട്ടുള്ള മോഡേൺ ടൈപ്പ് സാരി എടുക്കില്ല നമ്മൾ. പഫ് സ്ലീവിൻ്റെ ബ്ലൗസൊക്കെ ഇട്ടിട്ടുള്ള സാരിയുടെ കൂടെ ഇത് അടിപൊളിയാണ്. ഇത് എല്ലാ കളറിൻ്റെ കൂടെ പോവുകയും ചെയ്യും. പിന്നെ സാറ്റിന് ഓർഗൻസയുടെ ഒക്കെ കൂടെ നമ്മൾ സാരി വിയർ ചെയ്യുമ്പോൾ ഈ ഒരു മാല മാത്രം മതി, ലുക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ മാലയുടെ ഇഷ്ടമായി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ലിങ്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളിത് ചെക്ക് ചെയ്താൽ മതി. ഭയങ്കര അടിപൊളി മാല കേട്ടത്. ഇറ്റ്സ് നൈസ്. ഇത് ജീൻസിൻ്റെ കൂടെയും പോകും. വേണമെങ്കിൽ ഒരു കുറച്ചൊരു ഫ്രോക്ക് ടൈപ്പ് ജീൻസ് ടോപ്പ് ഉണ്ടാവില്ലേ, അതിൻ്റെ കൂടെയൊക്കെ പോവും. കേളി ഹെയറൊക്കെ ആക്കി പെയർ ചെയ്യാം. അടിപൊളിയാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാനൊരു ഷോപ്പിൽ പോയപ്പോൾ ഇഷ്ടമായപ്പോൾ പെട്ടെന്ന് എടുത്തൊരു മാലയാണ്. പക്ഷെ ഇത് ഭയങ്കര രസമുള്ള മാല കേട്ടോ. പല ടൈപ്പ് പേൾസ് ആയിട്ടുള്ളൊരു മാലയാണ് ഇത്. ഇതിൻ്റെ കൂടെ പോവുക ചെയ്യും. പക്ഷേ ഇത് ഗോൾഡൻ പാറ്റേൺ ആണ്. പക്ഷെ എന്നാലും എല്ലാത്തിൻ്റെ കൂടെയും പോകുന്ന ഒരു ചോക്കറാണ്. തിന്നാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഹെവി പാറ്റേൺ ആയിട്ടുള്ള ചോക്കറും കൂടി ഇടാം. ഇത് എന്താ പറയുക, ഇതും ഞാൻ പറഞ്ഞ പോലെ പ്ലെയിൻ സാരികളുടെ കൂടെയൊക്കെ നന്നായിട്ട് പോകും ഈ ഒരു പാറ്റേൺ. അടുത്തത് മാലല്ല, ഞങ്ങൾക്കൊരു സ്റ്റൈൽ ചെയ്യണ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. മിക്കവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് സ്റ്റൈൽ ചെയ്യുന്ന ഒരു ഐഡിയ. നമ്മൾ ഹെയറിൽ വെക്കുന്നതാണിത്. ഹെയർ പിന്ന് റിസപ്ഷനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ടൈപ്പാണിത്. അപ്പം ഈ ഒരു ഇതിൻ്റെ ഉള്ളതാണ് ഹെയർ വെക്കുന്നത്. ഇത് നമുക്ക് നെക്ലേസ് ആയിട്ട് പെയർ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫ്ലെക്സിബിളാണ് കേട്ടോ. നമ്മൾ ഫ്രോക്കൊക്കെ ഇടുമല്ലോ, ഫ്രോക്കൊക്കെ ഇടുമ്പോൾ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. ഇതിൽ അടിപൊളിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പല ഗോൾഡൻ കളറ് സിൽവർ കളറൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായ പാറ്റേൺ ഷോപ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇത് സ്റ്റൈൽ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഭയങ്കര ഒരു സ്റ്റാൻഡേർഡാണ്, സിമ്പിളാണ്, പക്ഷെ ഒരു ഗോജിയസ് എന്നൊക്കെ പറയുന്നൊരു പോലെയാണ്. ഇതൊക്കെ ഇട്ട് പോണിട്ടയിൽ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ഒരു സിമ്പിൾ മാലയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ. ഇത് മിക്കവരും കണ്ടിട്ടുണ്ടാവും. ഫ്ലിപ്കാർട്ടിൽ മാത്രമല്ല ഇൻസ്റ്റയിലും പല പേജുകളിലും ഞാനിത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ മാല നമുക്ക് ഇങ്ങനെയും ഇങ്ങനെയല്ല ഇങ്ങനെയും ഇടാം. ഓക്കെ, ഇങ്ങനെ ഇടാം. ഇത് മാഗ്നറ്റാണ്. ഈ മാഗ്നറ്റിനെ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഫ്ലവറും ആക്കാം. 2 രീതിയിൽ ഈ മാലയുടെ ഞാൻ ഫ്ലവർ ആക്കിയിട്ടാണ് ഇടാറ്. എനിക്ക് ഫ്ലവർ ആയിട്ടാണ് ഇഷ്ടം. ഇത് ടൈറ്റ് ചെയ്തിട്ട് ഇടാം, കുറച്ച് ലൂസാക്കിയിട്ട് ഇടാം. ഞാൻ ടൈറ്റ് ചെയ്തിട്ടാണ് ഇടാറ്. കറക്റ്റ് ഒരു ഡയമണ്ട് ടച്ചാണ് ഈ മാലയ്ക്ക്. ഇങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ചിലവർ ഇത് ഡയമണ്ടാന്ന് വിചാരിക്കും.
ചിലപ്പോൾ ഇതൊരു ഡയമണ്ട് ടച്ചും ഉണ്ട്. നല്ല രസമാണ്. ഇതൊരു സിമ്പിൾ ടൈപ്പ് മാലയാണ്. ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. രസമാണിത്. ഇറ്റ്സ് നൈസ് നെക്ലേസ്. എനിക്ക് ഇഷ്ടമെങ്കിൽ ഇത് ചെക്കൗട്ട് ചെയ്യാം. ഇതും ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയും ഇടാട്ടാ. കണ്ടോ? ഞാൻ ഇന്ത്യയിലുള്ള നെക്ലേസിൻ്റെ കളക്ഷനിൽ നിന്ന് കുറച്ച് കളക്ഷനാണ് ഞാനിപ്പോൾ കാണിച്ചത്. എല്ലാം കാണിച്ചില്ല. അപ്പോൾ ഇനി ഇന്ത്യയിൽ കുറച്ച് എനിക്ക് നെക്ലേസ് കളക്ഷൻ അധികമല്ല. എനിക്ക് കൂടുതൽ ഇയറിങ്സിൻ്റെയാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം. പിന്നെ അടുത്ത ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇനിയും ഇടും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ അതുവരേക്കും ബൈ.